നമസ്കാരം. പതിരും കതിരും. ഓട്ടച്ചങ്കൻ്റെ കിഴുത്ത വീണ കപ്പലിലേക്ക് വെള്ളം കയറി തുടങ്ങി സുഹൃത്തുക്കളെ, ഇന്ന് രാവിലെ മുതൽ. അപ്പോഴും കപ്പിത്താൻ വീണ വായിച്ചു കൊണ്ടിരുന്ന ഡാഷുകൾ പൂരിപ്പിക്കുകയാണ്. കിട്ടാവുന്നതെല്ലാം കയ്യിലെടുത്ത് ചാടാമെന്ന് വിചാരിച്ചാലും ഒരു പൊങ്ങ് തടിയിൽ പിടിച്ചു കിടക്കാനുള്ള ശേഷി പോലുമില്ല കണാപ്റ്റന്. ചെറ്റവർത്തമാനങ്ങൾ ചാരുതയോടെ പറഞ്ഞതുകൊണ്ട് മാത്രം ഈ കപ്പൽ നവകേരള തീരത്ത് അടുക്കില്ല. മന്ത്രിമാരിൽ 10ഓളം പേര് ആദ്യമേ തന്നെ ചാടിക്കഴിഞ്ഞു. കിട്ടിയ പാടെ അവരെ സ്രാവ് വിഴുങ്ങി. ശിവൻകുട്ടി മുണ്ട് പൊക്കി പൊക്കി കപ്പലിൻ്റെ മുകളിലേക്ക് ചാടിക്കയറുകയാണ്, വെള്ളം കയറാത്ത ഭാഗത്തേക്ക്. നോക്കുമ്പോൾ സജി ചെറിയാൻ കടലിലേക്ക് ചൂണ്ടയെറിഞ്ഞ് കാത്തിരിക്കുന്നു. കടലിൽ വരാലിനെ കിട്ടില്ലെന്ന പാപത്തിന് അറിയില്ലല്ലോ. ആർ ബിന്ദു ഹസ്തമുദ്രകളും നവരസങ്ങളും കാട്ടി മുങ്ങുന്ന കപ്പലിൻ്റെ ഒരു മൂലയ്ക്ക് പോയി നിൽക്കുന്നു. എന്തെല്ലാം ചുമ്മിയ തലയാണത്! കപ്പിത്താൻ്റെ ഒരു കവിൾ നിറയെ കടൽ ജലം കയറിക്കഴിഞ്ഞു. കപ്പൽ ആടി ഉലയുകയാണ് സാർ, ആടി ഉലയുകയാണ്. നവകേരള തീരത്തേക്ക് ഈ കപ്പലിനെ അടുക്കില്ല സാർ. വീണ ജോർജ് ഇന്നലെ കണ്ട സ്വപ്നങ്ങളിലെല്ലാം തലയ്ക്ക് മീതെ തൂങ്ങിയാടുന്ന കത്രികകൾ ആയിരുന്നു. അവ വായ്ത്തല തുറന്നു വെച്ച് എന്തൊക്കെയോ പറയുകയാണ്. ചികിത്സ കിട്ടാതെ സർക്കാർ ആശുപത്രിയിൽ മരണമടഞ്ഞ മനുഷ്യരുടെ ആത്മാക്കൾ തന്നോട് ശാപവചനങ്ങൾ ഉരിയാടും പോലെ. പേവിഷത്തിന് പ്രതിരോധ ചികിത്സ എടുത്തിട്ട് മരിച്ച മനുഷ്യൻ്റെ ആത്മാക്കൾ തനിക്ക് നേരെ കുരച്ചു ചാടും പോലെ. വീണ ചേർത്ത് പിടിച്ച മനുഷ്യരെല്ലാം അവരെ മണ്ണു വാരിയിട്ട് പ്രാഗിയും ശപിച്ചും കടന്നു പോകുന്നു. ഞാൻ തോറ്റാൽ നമ്പർ 1 ആരോഗ്യ കേരളത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന ഒറ്റ ചിന്തയിലാണ് ഭവതി. പിണറായി വിജയൻ ഇടം കൈയിലൊരു റോസാപ്പൂവും പിടിച്ച് ഇന്നും പത്രത്തിൽ കയറിയിരിപ്പുണ്ട്. ആ ചിരിയൊന്ന് ഒപ്പിച്ചെടുക്കാൻ എത്ര ഇക്കിളിയിട്ട് കാണും PR വർക്കുകാർ. പൈങ്കിളിക്കപ്പ് പിടിച്ച ശേഷം ആദ്യമായിട്ടാണ് പിണറായി ഇടതു കൈയിൽ ഒരു ചുമന്ന റോസാപ്പൂ പിടിക്കുന്നത്. വെണ്ണ പോലെയുള്ള ആ ചിരി ഒന്ന് കാണേണ്ടതാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നാട് എത്ര മാറി, നാം എത്ര വളർന്നു? നാം വളർന്നതിൻ്റെ കഥയൊന്നും പിണറായി വിജയൻ പറയാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെയും ആശ്രിതരുടെയും വളർച്ച കണ്ട് ലോകം ഇന്ന് വല്ലാതെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. എന്തെല്ലാം ഉറപ്പുകളാണെന്നോ പിണറായി പിന്നെയും വാരി അങ്ങ് ചേറുന്നത്. സ്വന്തം പ്രോഗ്രസ് കാർഡിൽ സ്വന്തമായി മാർക്കിട്ട പുള്ളിയാണിത്. കപ്പൽ മുങ്ങി അടിത്തട്ടിൽ ഉറയ്ക്കുന്നതിന് മുമ്പ് പിണറായി ഒരു സത്യം പറഞ്ഞിട്ട് പോകണം. ആ 3600 ലക്ഷം കോടി കേരളത്തിൽ മുടക്കാൻ വന്ന വ്യവസായി ഒരു കള്ളക്കഥയിലെ കഥാപാത്രമായിരുന്നില്ലേ? കേരളം എത്ര മഹത്തായ സംസ്ഥാനമാണെന്ന് അറിഞ്ഞുകൊണ്ടാണല്ലോ അദ്ദേഹം ഇത്രയും ഭീമാകാരമായൊരു തുക ഇവിടെ മുടക്കാൻ വന്നത്. എന്നിട്ട് എങ്ങോട്ട് പോയി ആ പുള്ളി? എന്താ പിണറായി, നിങ്ങളുടെ മകൾ അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ട് തുടങ്ങിയ കമ്പനി അന്ന് ബാംഗ്ലൂരിലേക്ക് മാറ്റിയത്? അത്ര മോശം സ്ഥലമായിരുന്നു അച്ഛൻ്റെ കേരളം. ഈ 10 വർഷത്തിനുള്ളിൽ എത്രമാത്രം ക്ലാസിക് നുണകളാണ് ഈ നുണറായി കാഴ്ചവിട്ടത്. P. രാജീവ് കൊണ്ടുവന്ന് താങ്കൾക്ക് പരിചയപ്പെടുത്തിയ ആ വ്യവസായി എവിടെ പോയെന്ന് ഒന്ന് പറഞ്ഞില്ലെങ്കിൽ അങ്ങൊരു മുഴുത്ത കള്ളനാണെന്ന് ആർക്കും പറയേണ്ടി വരും. അതോ ഇനി നമുക്ക് ഒന്നിച്ച് സ്വിറ്റ്സർലൻഡിൽ പോയി മുടക്കാമെന്ന് അയാളോട് പറഞ്ഞു വിട്ടതായിരിക്കുമോ? ഇങ്ങനെ നട്ടാൽ കിളിർക്കാത്ത നുണ പറയാൻ 81-ാം വയസ്സിലും അങ്ങേക്ക് എങ്ങനെ സാധിക്കുന്നു എൻ്റെ ദൈവമേ? ഭരണമില്ലാതായാൽ ഒരുത്തനും താങ്കളെ പുകഴ്ത്തില്ല. ഇരട്ടച്ചങ്കൻ വളർന്ന എന്തെല്ലാം പദവികളിലെത്തി. സൂര്യ തേജസ്സുള്ള ദൈവമേ, കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുക, കാരണഭൂത, ഇനിയൊരു ഓമനപ്പേര് കേൾക്കാൻ ഞങ്ങൾ കാത്തിരിക്കും. പ്രളയത്തിൻ്റെ നടുക്കുന്ന കഥ കൂടി വന്നതോടെ ഒറ്റ പേരെ ഇനി നിങ്ങൾക്കും പാർട്ടിക്കും ചേരൂ, ശവം തൂക്കികൾ അല്ലെങ്കിൽ ശവം തീനികൾ. കാക്കക്കൂട്ടിലിരുന്നാലും വസന്തം വരുമ്പോൾ കുയിൽ തനി സ്വഭാവം കാണിക്കുമെന്ന് പറയും പോലെ മോഹൻലാലല്ല അതിൻ്റെ അപ്പുറത്തെ ദേവേന്ദ്രൻ്റെ അപ്പൻ മുത്തുപ്പട്ടർ വന്ന് വെളുപ്പിച്ചെടുത്താലും ഉള്ളിലുള്ള അങ്ങയുടെ ഫ്രാഡ് വാസനകൾ തനിയെ പൊന്തി വരും. കടക്കൂപുറത്ത് എന്ന വാക്കിൽ തുടങ്ങി പല കോമള പദാവലികളിലൂടെ സഞ്ചരിച്ച് ഡാഷ് മോനിൽ എത്തി നിൽക്കുന്നു സാറിൻ്റെ ജനിതക ഗുണം. വായ തുറക്കുന്നവൻ മുഴുവൻ വിടുവായൻ വിപ്ലവകാരികളാകുന്നു എന്ന കൊടും ശാപം ആരാണ് ഈ പാർട്ടിയുടെ തലയിൽ ഇട്ടത്? ശിവൻകുട്ടിയെ വണ്ടിയിൽ കെട്ടിവെച്ച് നഗരി കാണിക്കാൻ കൊണ്ടുപോകുന്നു. പിണറായി തുറന്ന ജീപ്പിൽ പിടിച്ചു നിൽക്കുന്നു. PK ശ്യാമള ചുടല നൃത്തമാടും പോലെ നൃത്തം ചെയ്യുന്നു. ഓം ഹ്രീം കാളി മഹാകാളി ഭദ്രകാളി പൊറുക്കില്ല എന്ന് പറഞ്ഞ് ബാധ കയറിയ കടകംകൊള്ളി സുരേന്ദ്രൻ ആരെയൊക്കെയോ ശപിക്കുന്നു. പുള്ളി ഇപ്പോൾ ഭയങ്കര ദൈവവിശ്വാസിയാണ്. തീർത്ഥം ഏതെങ്കിലും ഒരു നമ്പൂതിരി ഒഴിച്ചു കൊടുത്താൽ അത് സാനിറ്റൈസറാക്കി കൈ കഴുകുന്ന പുള്ളിക്ക് ഇപ്പോൾ ഭയങ്കര ഭദ്രകാളി സേവയാണ്. ഒരു JCB നമ്മോട് എന്തൊക്കെയോ അച്ചടി ഭാഷയിൽ പറയുന്നത് പോലെയാണ് ബുദ്ധിജീവി സ്വരാജ് എന്തൊക്കെയോ പറയുന്നത്. പിണറായി വിജയൻ്റെ പ്രകാശം പരത്തുന്ന ചിരി കണ്ടിട്ടാണ് ഈ പാവങ്ങൾ കമ്മികൾ വെറുതെ ഇളകിച്ചാടുന്നത്. അവതാര ലക്ഷ്യങ്ങളെല്ലാം പൂർത്തിയാക്കിയ മഹാവിഷ്ണുവിൻ്റെ ചിരിയാണ് മൂപ്പരുടേത്. കൃഷ്ണൻ ഒടുവിൽ പറയുന്നുണ്ട്,
ഹേ ദേവദൂത, യാദവന്മാരുടെ നാശത്തെ ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ട്. 7 രാത്രികൾ കൊണ്ട് ഭൂഭാരം കുറയ്ക്കപ്പെടും. ഈ ദ്വാരക ഞാൻ സമുദ്രത്തോട് വാങ്ങിയതാണ്. അതിനെ തിരികെ ഏൽപ്പിച്ചിട്ട് ഞാനും ഉടനെ സ്വർഗത്തിലെത്തും, ഒപ്പം ബലരാമൻ ജ്യേഷ്ഠനും. അതോടെ ഒന്നിനു പുറകെ ഒന്നായി ദുരന്തങ്ങൾ ദ്വാരകയിലെത്തി തുടങ്ങി. ഇതാണ് കമ്മികളെ പിണറായി വിജയൻ്റെ ചിരിയുടെ അർത്ഥം. ഇനി വരുന്ന 25 ദിവസം കൊണ്ട് യാദവന്മാരെ പോലെ കമ്മികുലവും നശിക്കാൻ തുടങ്ങും. പിണറായി വിജയൻ സമുദ്രത്തിൽ നിന്നും പൊക്കിയെടുത്തു കൊണ്ടുവന്ന കേരളത്തെ തിരികെ സമുദ്രത്തിന് തന്നെ നൽകും. എന്നിട്ട് ഞാനും കുടുംബവും ഹെലികോപ്റ്ററിൽ കയറി ഞങ്ങളുടെ സ്വർഗത്തിലേക്ക് പോകും. അപ്പോൾ ദേവരഥത്തിൽ എഴുന്നള്ളി വരുന്ന ദൈവങ്ങൾ പുഷ്പവൃഷ്ടി നടത്തി ഞങ്ങളെ അനുഗ്രഹിക്കും. AKG സെൻറ്റർ പ്രളയജലത്തിന് മീതെ പൊങ്ങിക്കിടക്കും. കമ്മികുലം എങ്ങോട്ടെന്നില്ലാതെ ഒഴുകി കടലാഴങ്ങളിലേക്ക് പോകും. അതോടെ ശുഭം എന്ന ടൈറ്റിൽ കാർഡ് തെളിയുകയായി.